നന്ദിനി മാം, ഇപ്പം നമുക്ക് അലർജി വളരെ കോമൺ ആണ്. സ്കിൻ അലർജി ഉണ്ട്, ഫുഡ് അലർജി ഉണ്ട്. ഇപ്പം സ്ഥിരമായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകളുണ്ടാവും. അപ്പം ഇതെങ്ങനെയാണ്, ഇത് പൂർണ്ണമായിട്ട് മാറുമോ ഈ അലർജി വന്നു കഴിഞ്ഞിട്ട്? ട്രീറ്റ്മെന്റ് എന്താണ് നമ്മൾ എടുക്കേണ്ടത് ഇതിന്? ഈ അലർജീസ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ദാറ്റ് ക്യാൻ ബി ഒന്ന് കണ്ണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള തുമ്മല്, കണ്ണ് ചൊറിച്ചൽ, ത്രോട്ടിന് ഇറിറ്റേഷൻ വരിക, ചിലർക്ക് വീസിങ് ആയിരിക്കും, ചിലർക്കത് സ്കിന്നിന് റാഷായിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ പല രീതിയിൽ ഈവൻ ഫുഡിന് അലർജി, ചിലർക്ക് വോമിറ്റിംഗ് ആയിട്ടും എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഫുഡ് കഴിച്ചാലുള്ള ലൂസ് മോഷനായിട്ടും അങ്ങനെയൊക്കെ വരാം. ഇതിൻ്റെ സീരിയസ് ഫോംസും ഉണ്ടാവും. അതായത് അനാഫിലാക്സിസ് എന്നൊക്കെ പറയുന്നത് അത് വളരെ റെയറാണ്, ബട്ട് ഇറ്റ് ഇസ് വെരി സിഗ്നിഫിക്കൻറ്റ്. കാര്യം എന്താ വെച്ചാൽ നമ്മളത് ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആരാ ഇങ്ങനെ ഫുഡ് എന്തോ ഒരു സാധനം കഴിച്ച ഉടനെ പെട്ടെന്ന് ഇതായി മരിച്ചു. അത് തൊണ്ടയിൽ കുടുങ്ങുന്നതല്ല, തൊണ്ടയിൽ ചോക്കിങ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. നമ്മൾക്ക് ഈയിടയ്ക്ക് ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഏതോ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് ചോക്ക് ചെയ്തു. അയാളെ നമ്മൾ അതിന് ഹീംലിക്സ് മെനൂർ എന്ന് പറയും. നമ്മൾ ബാക്കിൽ കൂടെ പിടിച്ചിട്ട് ഇങ്ങനെ ത്രസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഈ ലങ്സിലെ പ്രഷർ മേളിലേക്ക് വന്നിട്ട് അത് പുള്ളി ആ ഒരു 5 മിനിറ്റ്, അതർവൈസ് ഹി വുഡ് ഡൈ. അത് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ പുള്ളി ശ്വാസം കിട്ടിയില്ലെങ്കിൽ ഒരാൾക്ക് എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റും? മരിച്ചു പോകും. അപ്പൊ ഈ ഹീംലിക്സ് മെനൂറൊക്കെ നമ്മൾ എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു ഇതാണ്. കാര്യം വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിലും ഈവൻ അഡൽട്സിന് പോലും നമ്മൾ ഒരു ചെറിയ കഷ്ണം അത് പെട്ടെന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാവുന്നയാവാം, ആസ്പിറേറ്റ് ചെയ്ത് പോകുന്നയാവാം, എന്തോ ഇവിടെ ഈ തൊണ്ടയിൽ നമ്മുടെ അന്നനാളത്തിലേക്ക് പോകേണ്ട സാധനം ശ്വാസത്തിന്റെ മെയിൻ ഇതിലേക്ക് എത്തുന്നതാണ്. അവിടെ എത്തുമ്പോൾ അത് പ്രശ്നം എന്താ വെച്ചാൽ അവിടെ അങ്ങ് അടഞ്ഞു പോകും, ബ്ലോക്കാണ്. പിന്നെ അതിന് ആ സാധനം പുറത്തേക്ക് വന്നാൽ മാത്രമേ അത് കിട്ടുള്ളൂ. ആളുടെ ജീവൻ ഈ പറഞ്ഞ ഒരു 5 മിനിറ്റും കൊണ്ട് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു ടെക്നീക്കാണത്. ദാറ്റ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. അതല്ല, ഇത് നമ്മൾ ഫുഡിന് അലർജി എന്ന് പറയുന്നത് ഒരു സിവിയർ ഫോം ഓഫ് അനാഫിലാക്സിസ് എന്ന് പറയുന്നത്. അതായത് ഭക്ഷണം കഴിച്ച ഉടനെ ചെറുതായിട്ട് ആൾക്ക് ത്രോട്ട് ചൊറിയണ പോലെ വരണു. യൂഷ്വലി അങ്ങനെ ഫുഡ് അലർജി അത്ര സിവിയർ ആയിട്ട് വരുന്നത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് അഡൽട്സില് സീ ഫുഡാണ്. പ്രോൺസ്, ഷെൽസ്, ഫിഷ്, പിന്നെ അതിന്റെ പോലെ ബീഫ് ഒത്തിരി പേർക്ക് അലർജി. കുറെ നട്ട്സ് പലർക്കും അലർജി ഉണ്ട്. അതായത് ഈ ചില നട്ട്സ്, പീനട്ട്സ് നമ്മുടെ നാട്ടിലും ഇപ്പൊ ഒത്തിരി പേർക്ക് അലർജി ഉണ്ട്. അതിന്റെ സാധാരണയായി കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഭക്ഷണം, ഈ അലർജി ശരിക്കുമുള്ള അലർജി ഉള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു വിത്തിൻ ഒരു 10 to 30 മിനിറ്റ്സ്, അങ്ങേയറ്റം ഒരു 1 to 2 hours വരെ അതിന്റെ റിയാക്ഷൻ ഉണ്ടാവാം. യൂഷ്വലി അങ്ങനെയാണ് കാണുന്നത്. അതിൽ പെട്ടെന്ന് സ്കിന്നിൽ റാഷ് വരിക, മേല് മുഴുവൻ ചൊറിഞ്ഞു തടിക്കുക, ത്രോട്ടിന് ശ്വാസം മുട്ടൽ വരിക, ഇവിടെ ഒരു എന്തോ ആരോ കഴുത്തിന് പിടിക്കുന്ന പോലത്തെ ഫീലിംഗ് എന്നാണ് അവർ പറയുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ ഉടനടി അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. വലുതോ ചെറുതോ ആയ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുക. കാര്യം അതിന് നമ്മൾ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ കൊടുത്താൽ മാത്രമേ ആ ഒരു അവസ്ഥ ഈ പറഞ്ഞ പോലെയാണ്. അവിടെ ടൈം മാറ്റേഴ്സ് അല്ലേ? നമ്മൾ അത്രയും പെട്ടെന്ന് അവരെ ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചാലേ അവരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് ഹയസ്റ്റ് ഡിഗ്രി ഓഫ് ഫുഡ് അലർജിയാണ് അനാഫിലാക്സിസ് നമ്മൾ പറയും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു അലർജീൻ്റെ സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ അത് ചിലർ ഇങ്ങനെ തുമ്മലാണ്, തുമ്മി അങ്ങനെ നടക്കും. അപ്പോൾ ചിലർക്ക് അത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അത് ഫുഡ് അലർജി ആയിട്ടായിരിക്കും തുടങ്ങുക, ചെറിയ സ്കിന്നിന് അലർജി ആയിട്ടായിരിക്കും. എക്സിമ എന്നൊക്കെ നമ്മൾ പറയും. ചെറിയ കുഞ്ഞുങ്ങളുടെ ഇവിടെയും ഈ കൈൻ്റെ മുട്ടിലും ഒക്കെ നമുക്ക് ചെറുതായിട്ട് അലർജീസ് ഇങ്ങനെ സ്കിന്നിൽ റാഷ് പോലെ കാണിക്കാൻ. അതിൻ്റെ അടുത്ത സ്റ്റേജാണ് തുമ്മലും അലർജി. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ്, ഇപ്പം നമ്മൾ അലർജീനെ അവിടെ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത പടിയായ ആസ്മയിലോട്ടുള്ള പോക്ക് നമുക്ക് ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇത് പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? അത് മാറ്റിയെടുക്കാൻ പറ്റുമോ? പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇത് കുറേ നമുക്ക് ജനറ്റിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതൊരു ബേസിക്കലി ജനറ്റിക് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാർക്ക് അവരുടെ എൻവയോൺമെന്റും കൂടെ വരുമ്പോൾ, എൻവയോൺമെന്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ അലർജി ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള സാധനങ്ങളുണ്ട്. ദാറ്റ് ക്യാൻ ബി സ്മോക്ക്, ഡസ്റ്റ് മൈറ്റ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഈ ഡസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന അലർജിയുള്ള ട്രിഗേഴ്സ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഈ ട്രിഗേഴ്സ് ഈ നമ്മുടെ ജനറ്റിക് ടെൻഡൻസിയും കൂടെ ചേരുമ്പോഴാണ് ഇതിനെ അലർജി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് നമ്പർ 1 അതാണ്. പിന്നെ ചില ആൾക്കാർക്ക് നമുക്ക് ഇതൊന്നും ഇല്ലാതെ തന്നെ ജനറ്റിക് ടെൻഡൻസീസ്, യൂഷ്വലി ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവും.
ഫാമിലി ഹിസ്റ്ററി പിന്നെ അങ്ങനെ ഉള്ളവർക്കാണ് ഇതിന് ചാൻസ് കൂടുതൽ. അല്ലാതെയും ഡിനോവോ ഇറിറ്റൻസ് ഒക്കെ വന്നിട്ട് ജോലി സംബന്ധമായിട്ടുള്ള എക്സ്പോഷേഴ്സ് ഒക്കെ കൊണ്ട് വരാം. ഇതിനെ പൂർണ്ണമായും മാറ്റാമോ എന്ന് ചോദിച്ചാൽ മെഡിസിൻസ് കൊണ്ട് നമുക്ക് അതിനെ ഒരു പരിധി വരെ അവരെ കൺട്രോൾ ചെയ്യുകയും ലൈക്ക് നമുക്ക് എന്താ അവരുടെ ഒരു നോർമൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. ഇതിൽ ചേഞ്ച് വരുത്തുന്ന ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ഒരു സാധനമാണ്. ദാറ്റ് ക്യാൻ ലൈക്ക് ചേഞ്ച് ദ ട്രജക്ടറി ഓഫ് ദ ഡിസീസ്. അതായത് ഈ അലർജി എന്നുള്ള നമ്മൾ പറഞ്ഞല്ലോ ഒരു ട്രാക്ക് മാറി ഇൻഫെക്ഷൻ മാറി ആ അടുത്ത ട്രാക്കിലേക്കാണ് പോകുന്നത് അലർജിന്റെ ട്രാക്ക്. അപ്പൊ ആ ട്രാക്ക് മാറ്റാൻ പറ്റുന്ന ഒരു സാധനം ഈ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. താങ്ക് യു മാം.